അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കൊള്ളില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കീർക്കോ ഒന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടവും വിജയിക്കണേ, ഞങ്ങളുടെ പടവും വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇൻട്രസ്റ്റിൽ പോലും നിങ്ങളിങ്ങനെ ഈ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും? ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഇത് വിജയിക്കണം എന്ന് അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പടം ഇറങ്ങി, അപ്പോൾ അത് മേടിച്ച് അത് കാരണം നമ്മുടെ വിജയിക്കുകയില്ല. അപ്പോൾ നമുക്ക് 2 മാസം മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലോ? അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് ഇറക്കും. നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ലേ എല്ലാം ചെയ്യണ്ടേ? അപ്പോൾ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണിയും മറ്റേ നമുക്ക് തന്നെ ഗുണ്ടായ സിനിമ അല്ല, അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത്. പടം നല്ലതാണ് ഈ കാണുന്നത്, പടം നല്ലതായിരിക്കണം. ഈ ഇറങ്ങുന്ന ഒരാൾ കണ്ടിട്ട് അങ്ങനെയല്ലേ, അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് വിളിച്ചേച്ച് ആ പടം കൊള്ളാവും, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ ഔട്ടടിച്ച് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരുന്നു. ആരെങ്കിലും കാണും, കണ്ടു കേട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കേട്ടോ. അപ്പോൾ മോനൊന്ന് കാണാൻ തയ്യാറാവുന്നു, മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകുന്നത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളറിഞ്ഞില്ലേ, പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിന് കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിന് കൊള്ളാവുന്ന ആക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമപ്രവർത്തനം അങ്ങനെ ആയിരിക്കണം, കറക്റ്റായിരിക്കണം പറയുന്നത്. ഇല്ല അതിനൊക്കെ വിമർശനം എന്തോരം ഉണ്ടായത്, തല്ലും കയറിയാനെ കൊള്ളില്ലാത്തതെന്നൊക്കെ പറയണ്ടേ. നല്ലതെന്ന് തന്നെ പറയുന്നത്. നല്ലതാണ് ചെയ്തു വെച്ചേക്കുന്നത്, നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അപ്പം നിങ്ങളെ പോലുള്ളവർ അതിന് വിമർശനം വരുവാണെങ്കിൽ വിമർശിച്ചത് കൂടെ ചെയ്തേക്കണം. അതേ ഉള്ളൂ. പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? ആരെ പേടിച്ചു? ഏതെന്ന് അയ്യോ അതൊന്നും പറയാൻ എനിക്കറിയാൻ പറ്റില്ല. സാറ്റലൈറ്റ് വാല്യൂ സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ വിളിച്ചു ഒരു 5 ദിവസം വിളിച്ചു 10 ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടോ സ്റ്റാർ വാല്യൂ ഉണ്ടോ ഞാൻ തിരക്കാറില്ല. ഞാൻ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൂടെ അരി മേടിക്കും, ആ പരിപാടിയാണ്. അത് എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ടി വരും. സിനിമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യം അടിപൊളി ചോദ്യമാണ്, നീ നല്ല സ്റ്റൈലായിട്ടാണ് ചോദിക്കുന്നത്, പക്ഷേ എനിക്ക് അറിയാൻ പാടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ഇവർ 2 പേരുമാണ് ഇതിന് ആക്ട്. ആ സ്റ്റോറി അതാണ് എൻ്റെ ഏറ്റവും പ്രധാന സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇന്ദ്രൻ സെൽവനും ജാഫർക്ക് മാത്രമേ അതിൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ കാസ്റ്റിംഗ് ഇതാണ്, ആ സ്റ്റോറിക്ക് അനുയോജ്യമായ ഒരു കാസ്റ്റിംഗാണ് ചെയ്തിരിക്കുന്നത്. അത് ഇവരല്ലാതെ വേറെ ആര് ചെയ്താലും അത് അത്ര എക്കില്ല. അതിൻ്റെ ഇവരുടെ ഷേപ്പും ഇവരുടെ പ്രായവും ഇവരുടെ എല്ലാം അത് ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടനും ഞാനും ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ള സപ്പോർട്ടിങ് ശിഖരമാണുള്ളൂ, അല്ലെങ്കിൽ മരം നിലനിൽക്കുള്ളൂ. അങ്ങനെയുള്ളൂ. അതിനകത്ത് ഏത് പടം എടുത്താൽ അങ്ങനെയുള്ളൂ. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നായകൻ നായിക വില്ലൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശിഖരമുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചായ എടുത്തതിൻ്റെ പിള്ളേർ നന്നായിട്ട് ചായ കൊണ്ടെത്തുന്നതിൽ ഈ പടത്തിന് വാങ്ങി പ്രൊഡക്ഷൻ പോയി എല്ലാം കൂടെ കൂടിക്കെട്ടി മറിയുന്നതല്ലേ സിനിമ. അതിനകത്ത് എന്തെങ്കിലും വിവേചനം ഉണ്ടോ? എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇത് വലുതാവുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കൂടെ പോയിക്കൊണ്ട് സഞ്ചരിക്കാൻ കഴിയും. അതേപോലെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45-ലാണ്. അതുകൊണ്ടല്ലേ ഇതിന് വരാതിരുന്നത്. അവിടുന്ന് വരാൻ എന്തായാലും നിവൃത്തി വേണ്ടേ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു, എന്നുവെച്ചാൽ ഈ ഒരു സമയത്തിൽ വന്നിട്ട് പറഞ്ഞത് 2 ദിവസം കൊണ്ടുകൂടെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? ആലോചിച്ച് കഴിഞ്ഞാൽ വല്ല കോമ്പിനേഷനൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അന്യസംസ്ഥാന പണം ചെയ്യുന്നു, വലിയ ഒരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ഞാൻ തമിഴ് സിനിമ ചെയ്തു നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിട്ടിരിക്കാനോട് അതിന് അപ്രോച്ച് ചെയ്യില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണം. വലിയ പടമാണ് ഓക്സിജൻ. ഞങ്ങൾക്ക് കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ. പിന്നെ അത് കൂടാതെ ഇപ്പോഴേ 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുക.
അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഓക്കെ, കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എനിക്കുള്ള കമല്ല. ഇനി എന്നെ കഴിക്കാതെ ഇനി നിസാർക്കാക്കി മൈക്ക് കൊടുക്കും. നിസാർക്ക് ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോ ഡയലോഗ് വേണ്ടെന്ന് പറയുള്ളൂ. ഡയലോഗ് നമുക്ക് സാറിന്റെ മകനാണ്. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കോ ആണെങ്കിലും ഇപ്പൊ ഉണ്ണിമുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്തു. ഇപ്പൊ ചേട്ടൻ ഓൾറെഡി ഇപ്പൊ ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കോ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് നേരത്തെ, അത് ഈ തല്ലിപ്പൊളി മതവികാരമുണ്ട്. മമ്മൂക്കന്റെ പടം വരുമ്പോ എതിർത്ത് മൈമുട്ടി എന്നൊക്കെ പറഞ്ഞു മമ്മൂട്ടിന്റെ കളിയാക്കിട്ടൊക്കെ പറഞ്ഞു. ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോ ഈ സിനിമ വന്നപ്പോ നല്ല പടം മാർക്കോ നല്ല പടം എന്ന് എല്ലാരും പറഞ്ഞു. അതിൽ കമന്റ് എന്ത് വരുന്നുണ്ട്, അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ട് അതിന്റെ വെക്കില്. അത് ചെയ്യാൻ പറ്റില്ല. ഒരു 10-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യേണ്ട ഒരു സന്ദർഭം ഒരു സിനിമ എന്ന് പറഞ്ഞത്. അതൊരു 10-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പടർന്ന് ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ, ഈ കമന്റുകളൊക്കെ, അതൊക്കെ ഒരു വ്യവസായം നശിക്കണം. ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ കലാകാരന്റെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം അങ്ങനെ വിളിച്ചു വരലൊന്നും പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ മരിച്ച് ഇന്നെ വിളിച്ചിട്ടുണ്ട്. 1000 ദിവസം വിളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഉണ്ണിമുകുന്ദൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ വരുന്നത്. അപ്പൊ ആ സിനിമനെ നല്ല ഒരു സിനിമനെ നശിപ്പിക്കാൻ പാടില്ല. മുകുന്ദന്റെ ക്യാരക്ടറിലുള്ള സിനിമ സ്ത്രീകളിൽ കാണാൻ പോവാ, എല്ലാത്തിലും കാണണ്ട, നല്ലതാണെങ്കിൽ കാണാം, കഴിയുന്നതും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഇപ്പൊ ഈ സിനിമനെ പറ്റി പറയുന്നതല്ല. ഈ സിനിമ നാട് നെട്ടിച്ച ഒരു വാർത്ത ഈ സിനിമന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞുപോയി. ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന്റെ ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും. ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട്. വലിയൊരു സന്ദേശം ഈ സിനിമയിലുണ്ട്. കഴിഞ്ഞു പോയത് ഇനി വരുന്നു ഏകദേശമൊക്കെ ഒരു ഉറപ്പുള്ള സാധനം. കാരണം ആ കേസിലൊക്കെ പെട്ടവരിപ്പോൾ തടിച്ചു വീർത്ത് ജയിലിൽ കിടക്കുക. അപ്പൊ ഇനിയും തടിക്കുക, ആളുകൾക്ക് ഇതൊക്കെ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അങ്ങനെ സന്ദേശം സിനിമയിലുണ്ട്. പിന്നെ പറഞ്ഞില്ലേ മതവികാരം സിനിമ. അതായത് ഈ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തില് ഞാൻ കുറച്ചു മുമ്പ് എല്ലാ ചാനലിലും എല്ലാ കൊല്ലം എപ്പോൾ വിളിച്ചാലും പറയുന്ന ഒരു വാചകമാണ്. അതിപ്പം നമ്മൾ മാറ്റിമറിക്കാൻ പറ്റില്ല. ഇപ്പം ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അത് ചെയ്തതിനകത്ത് എന്താന്നുള്ള കാര്യം അവർ കാണുന്നവർ കണ്ടിട്ടില്ലേ. ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞൊരു വിവരമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരങ്ങനെ കാണിക്കും. കാരണം വെച്ചാൽ എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 10-200 പേര് കൂടി ചെയ്യുന്ന അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പല ചായ ഉണ്ടാക്കരുത് ഇറക്കാൻ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടായിരിക്കും. അയ്യോ അവനല്ല, എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം എന്ന് പറയാൻ പറ്റും. അത് പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്. ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേച്ച് കുറ്റം പറയുമോ? അങ്ങനെ ഞണ്ണിയേച്ച് കുറ്റം പറയരുത്. അവിടെ പല ആൾക്കാർ വേണം, പല തൊഴിലാണ്. അവിടെ നിന്ന് ഔട്ട് ഇറങ്ങുമ്പോഴത്തേനും പടം പറയി കഴിയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്താനം പറയുന്നവർക്ക് വിവരമില്ലാത്ത ഉണ്ണിമുകുന്ദൻ്റെ പടത്തിനകത്ത് അത് കൊണ്ടുവരണമെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതാണ്. നിങ്ങളതൊന്നും വലിച്ചു നീട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യതാരുടെ കൂടെ ആയിരിക്കും. ഇവിടെ പടം അറിയിക്കിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ടും അതൊക്കെ ഇട്ട് വലിച്ചു. അതൊന്നും കൊണ്ടുവരാത്ത പരിപാടിയാണ്. നല്ലത് ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക. അപ്പം നന്മയുള്ളൂ. ചീഞ്ഞളഞ്ഞ കേസും പറഞ്ഞുകൊണ്ട് ഓക്കെ എന്നാ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു.